ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ദിൻഷയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് പാക്ക് ചെയ്താലോ? അതിനായിട്ടൊരു മേക്കപ്പ് ഒക്കെ ഇടുന്ന പോലെ ഒരു ബാഗ്, പിന്നെ കുറച്ച് ക്ലോത്ത്സ് ആൻഡ് ഒരു സിൽവർ ബ്രേസ്ലെറ്റ്, പിന്നെ നമ്മുടെ സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ലെറ്ററും കൂടെ എഴുതിയിട്ട് നമ്മൾ നമ്മുടെ ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ടുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. സോ ഐ തോട്ട് സ്പെഷ്യലായിട്ട് എൻ്റെ വക പായസം കൂടെ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ പായസം ഉണ്ടാക്കി. കുറേ സ്നേഹം വാരി വിതറിയോണ്ടാന്ന് തോന്നുന്നു. പായസം ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് തിക്കായിപ്പോയി, സ്നേഹം കൂടിയതാണ് തോന്നുന്നു. അപ്പം നമ്മളിതൊക്കെ എടുത്തിട്ട് ആളെടുത്ത് പോയി, ആളെ വില്ലയിൽ പോയി. സോ ആളെ മീറ്റ് ചെയ്തു, ബർത്ത്ഡേ വിഷ് ചെയ്തു. നമ്മൾ കേക്കൊക്കെ കളക്ട് ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു ബുക്ക് ചെയ്ത സ്ഥലം ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു പ്ലാൻ. അത് ക്യാൻസലായി പോയി. അതുകൊണ്ട് നമ്മൾ മോൾ ഓഫ് ഏഷ്യ, ദ ലക്ഷറിയസ് മോളിലാണ് ദിൻഷയുടെ ബർത്ത്ഡേ ഇപ്രാവശ്യം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. സോ നമ്മൾ മോൾ ഓഫ് ഏഷ്യ റീച്ച് ആയിട്ടുണ്ട്. സോ ഓൾറെഡി ബുക്ക് ചെയ്ത ആ സംഭവമൊക്കെ ക്യാൻസലായപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ബുക്ക് ചെയ്തത് ഇവിടെയാണ്. സോ എന്തൊരു ഭംഗിയാണ്, ഈ റൂഫൊക്കെ നോക്കൂ, ഇതിൻ്റെ ഒരു ആ സീലിങ്ങൊക്കെ ചെയ്തിരിക്കുന്ന എന്തൊരു ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തോ ഒരു ഭംഗി, ഫ്ലോർ ആയാലും സീലിങ്സ് ആയാലും വാൾസ് ആയാലും ലൈറ്റിങ്സ് ആയാലും വല്ലാത്തൊരു കൗതുകം തോന്നുന്ന, വല്ലാത്തൊരു ഫീൽ തരുന്നൊരു മോളാണ് കേട്ടോ ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യ എന്ന് വെച്ചാൽ. എല്ലാവരും ഇവിടെ മസ്റ്റ് വിസിറ്റ് ചെയ്യണം. ബാംഗ്ലൂരുള്ളവരും ബാംഗ്ലൂർ നിങ്ങൾ വരാനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഫോറിനിലൊക്കെ പോയൊരു ഫീലാണ് ശരിക്കും. ഞാൻ യൂട്യൂബ് വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ട് ഫോറിൻ മോൾസൊക്കെ, അതുപോലത്തെ ഒരു ഫീലാണ്, അടിപൊളിയാണ്. ഞങ്ങളുടെ ഈ നടത്തം കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാര്യം ഞങ്ങൾക്കും അറിയില്ല ഞങ്ങൾ ബുക്ക് ചെയ്ത ആ ഒരു സ്പോട്ട് അതെവിടെയാണെന്ന്. നമുക്ക് കാട്ടിയത് മാൾ ഓഫ് ഏഷ്യ എന്ന ലൊക്കേഷൻ. നമ്മളിതിനകത്ത് കയറിയപ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല എവിടെയാണ്. അപ്പോൾ നമ്മൾ തപ്പി നടക്കുകയാണ് ആക്ച്വലി. അതാണ് ഈ കറങ്ങി കറങ്ങി ഇങ്ങനെ നടക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ഭംഗി നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഇതിൻ്റെ ലൈറ്റിങ്സ് ആയാലും എല്ലാ വ്യൂസ് ആയാലും. ആക്ച്വലി ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു, നിറയെ ആൾക്കാരും ഉണ്ടായിരുന്നു. ഗൈസ്, ഫൈനലി നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ റൂഫ് ടോപ്പിലുള്ള ഏറ്റവും മേലെയുള്ള ഫ്ലോറിൽ ഫുഡ് കോർട്ട് ആ ഒരു ഏരിയ വരുന്ന ആ ഒരു ഫ്ലോറിലാണ് നമ്മൾ ബുക്ക് ചെയ്ത റെസ്റ്റോറൻ്റ് എന്ന്. സോ അതും ഫോക്കസ് ചെയ്ത് ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ലൈറ്റിങ്സൊക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗി, എന്തൊരു ഹ്യൂജാണ്. ഇതുപോലെ നിറയെ ഉണ്ട് കേട്ടോ ഇവിടെ, ഭയങ്കര ഭംഗിയും ഭയങ്കര ഹ്യൂജൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫുഡ് കോർട്ടൊക്കെ ഉള്ള ആ ഒരു ഫ്ലോറിലോട്ട്, ഏറ്റവും ടോപ്പിലുള്ള ഫ്ലോറിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ ആയാലും നിറയെ സ്പോട്ട് ഉണ്ട് കേട്ടോ, ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും വാലൻറ്റൈൻസ് ഡേ എല്ലാറ്റിനും. ഇതാണ് ഫൈനലി ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഇഷാര എന്നാണ് പേര് ഇതിൻ്റെ. ഇഷാര എന്ത് വേണമെങ്കിലും പ്രൊണൗൺസ് ചെയ്യാം. സോ ഇവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്ത് ഫൈനലി ഇവിടെ എത്തി. അപ്പം ഇനി നമുക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. ഫൈനലി ആ മുഹൂർത്തം എത്തിയിരിക്കുന്നു ഗൈസ്. പക്ഷെ നിൽക്കട്ടെ, വരാനിരിക്കട്ടെ, കേക്ക് കട്ട് ചെയ്തത്. അതായത് നമുക്കൊരാളും കൂടെ വരാനുണ്ട്. ആതിര മാരേജ് ആയതിനു ശേഷം തൃശ്ശൂരാണ് ഹസ്സിൻ്റെ ഒപ്പം. അപ്പോൾ അവൾ ഓൺലൈൻ വീഡിയോ കോൾ വഴിയാണ് നമ്മൾ കൂടെ ജോയിൻ ആയത്. സോ ആളെത്തിയിട്ടുണ്ട്. അപ്പോൾ ദിൻഷി കേക്ക് കട്ട് ചെയ്യും. അപ്പം നമ്മൾ അത് കേക്കൊക്കെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ സമയം ആത്തുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു, കുറച്ച് സമയം സംസാരിച്ചു. അതിനുശേഷം നമ്മൾ എന്തൊക്കെ ഫുഡ് ഓർഡർ ചെയ്യാമെന്നൊക്കെ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. മൊത്തത്തിൽ നമ്മൾ ഈ സ്പോട്ട് തേടി മോൾ ഓഫ് ഏഷ്യ മൊത്തത്തിലൊക്കെ നടന്നായിരുന്നു. പിന്നെ നമുക്ക് കാണാനുള്ള നല്ല കൗതുകം ഉണ്ടായിരുന്നു. നമ്മളെല്ലാം എല്ലാ ബ്രാൻഡ് ഷോപ്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്മളതെല്ലാം കയറി ഇറങ്ങി നോക്കി മൊത്തം നമ്മൾ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ പക്ഷേ ഗൈസ്, പൊതുവേ ഭയങ്കര കോസ്റ്റ്ലി ആണ് കേട്ടോ. മറ്റുള്ള മോൾസും മറ്റുള്ള ഷോപ്സൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല പ്രൈസ് ഉണ്ട് ഇവിടെ എല്ലാറ്റിനും. ഫുഡിനായാലും ക്ലോത്ത്സിനായാലും എല്ലാറ്റിനും. ലക്ഷറിയസ് മോളാണല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസും എല്ലാം നല്ല, എനിക്ക് തോന്നുന്നു ഒറിജിനൽ ഫസ്റ്റ് കോപ്പി അങ്ങനെയൊന്നുമല്ല, ഒറിജിനൽ സംഭവമാണ്. അതുകൊണ്ടാണ് അത്രയും കോസ്റ്റ്ലിന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ ഓരോന്നായിട്ട് വന്നു. നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പിസ്സാസും അങ്ങനെയുള്ള സംഭവമൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അത് കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ നമുക്ക് റീസെൻ്റായിട്ട് ഇറങ്ങിയ ഒരു മൂവി ഉണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് മാത്യു അഭിനയിച്ച ആ ഒരു ഫിലിമും കൂടെ കണ്ടു. നല്ലൊരു കോമഡി മൂവി ആയിരുന്നു. അതേപോലെ കുറച്ചൊക്കെ സ്കേറി ആയിരുന്നു. എനിക്ക് കുറച്ച് പേടിയുള്ളതുകൊണ്ട് എനിക്ക് ഇത്തിരി സ്കേറി ആയിട്ടാണ് തോന്നിയത്. എന്തായാലും നമ്മൾ എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മളെടുത്ത ഫോട്ടോസൊക്കെ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു. വി ഹാഡ് എ മെമ്മറബിൾ ഡേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ബൈ ഗൈസ്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം.